എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം വൈജയന്തി കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇന്നിവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ എന്തായിരുന്നു സംഭവം എന്ന് ചോദിക്കുമ്പം അത് അമ്മയുടെ മോൾ ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയതിൻ്റെ ശബ്ദമായിരുന്നു എന്ന് പറയും. അന്നേരം വൈജയന്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അവൾ അടുക്കളയിൽ കയറിയത്? വേറെ ഒരുത്തിയുണ്ടല്ലോ, അവളെന്താ ചത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ പിന്നെയും പറയും, ഇതുപോലുള്ള മറുപടിയാണ് മനുഷ്യന് ദേഷ്യം വരുത്തുന്നത് എന്നിങ്ങനെ പറയുമ്പം, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പിറുപിറുക്കരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെ അലീന ചേച്ചി ഇവിടെ തന്നെയുണ്ട്, അലീന ചേച്ചിക്ക് സുഖമില്ല, പനിയാണ്, അതുകൊണ്ടാണ് ഭവതി ചേച്ചി അടുക്കളയിൽ കയറിയത് എന്ന് പറയുമ്പോൾ, ഓ അവൾക്ക് പനിയാണോ, അതിന് ഭവതി എന്തിനാണ് അടുക്കളയിൽ കയറുന്നത്, അവൾക്ക് പരീക്ഷയുള്ളതല്ലേ, ഇനിയിപ്പോൾ അവളെ ശുശ്രൂഷിക്കാനും ഒക്കെ നടന്നിട്ട് അവൾക്ക് പനി പിടിച്ചാൽ എക്സാം എഴുതണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് പനി കിട്ടിയത് വേറെ എവിടുന്നുമല്ല, സ്വന്തം മോൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എന്ന്. അന്നേരം വൈജയന്തി പറയുവാണ്, കണക്കായിപ്പോയി, വലിയ മദർ തെരേസ ചമയുമല്ലായിരുന്നു അവൾ, അതുകൊണ്ടല്ലേ, ഒരു കുഴപ്പമില്ല, നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ആ മദർ തെരേസ ഉള്ളതുകൊണ്ടാണ് മോൻ വാ തുറന്ന് രണ്ടക്ഷരം പറയാനും ആൾക്കാരെ മുഖത്തേക്ക് നോക്കാനും തുടങ്ങിയത് എന്ന്. അന്നേരം പിന്നെ അവളില്ലായിരുന്നെങ്കിൽ അവൻ എല്ലാ കാലവും ആ റൂമിൽ തന്നെ വായു അടച്ചിരുന്നേനെ, നീ ഒന്ന് പോടി എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക്. അന്നേരം ഞാൻ ഇങ്ങോട്ട് വന്നതല്ലല്ലോ, പോകാൻ വേണ്ടി നിന്നല്ല, അമ്മയല്ലേ എന്നെ പിടിച്ച് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ, നീ കയറി പോവോ കൊച്ചേ, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയും. കൃഷ്ണമോൾ അങ്ങ് കയറി പോയി കഴിയുമ്പോഴേക്കും പിന്നെയും പറയുവാണ് വൈജയന്തി, നീ അവളുടെ അടുത്തേക്കൊന്നും പോകണ്ട, വെറുതെ പനി മേടിച്ച് കെട്ടണ്ട എന്ന്. അന്നേരം തിരിഞ്ഞ് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് ഇങ്ങോട്ട് പറഞ്ഞാണോ, അല്ലാതെ പിറുപുറത്തുകൊണ്ട് കയറി പോയേക്കരുത് എന്ന് പറയും. പിന്നെ മറുപടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്നത് എന്താണ് എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കൃഷ്ണമോൾ അകത്തേക്ക് കയറി പോകുന്നു. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ്. അവൻ്റെ റൂമിലിരുന്ന് ബുക്സൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുക്കുന്നുണ്ട്. ഇനിയും പഠിക്കാൻ തുടങ്ങണമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ബുക്സൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബബിത റൂമിലേക്ക് വരുന്നത്. അന്നേരം രോഹിത്ത് ഇങ്ങനെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ചിരിക്കും. അന്നേരം, നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ, എന്നെ കളിയാക്കി ചിരിക്കാനാണോ, നിനക്ക് താഴെ പണിയൊന്നുമില്ലേ, നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പം കിട്ടിയ എല്ലാ ചോദ്യത്തിനും എനിക്ക് മറുപടി ഉണ്ട്, തരാം, എനിക്ക് കോളേജിൽ പോകണമെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, താങ്കളുടെ അലീന ചേച്ചിക്ക് താഴെ പനിയായിട്ട് കിടക്കുവാണ്, അയാളെ നോക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ പോക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഒരവസ്ഥയിലാകും. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ മറുപടിയൊന്നും അർഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് പനിയാണെങ്കിൽ ഞാൻ താഴോട്ട് വരാം, ഞാൻ ചേച്ചിയെ നോക്കിക്കോളാം എന്ന്. എന്നിട്ട് ഭവതിയോട് ചോദിക്കും, നീ എന്താ എൻ്റെ അലീന ചേച്ചി എന്ന് പറഞ്ഞത്, എന്നേക്കാൾ മുന്നേ അലീന ചേച്ചി എന്ന് വിളിച്ചത് നീ അല്ലേ എന്ന് ചോദിക്കുമ്പം ആ ചോദ്യത്തിനും അങ്ങ് മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് ഭവതി പറയുന്നു. എങ്കിൽ നീ മാറിയേക്ക്, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണേ. അന്നേരം, നമ്മളെയൊക്കെ വണ്ടി ഇടിച്ച് കിടക്കുവാണ് എന്ന് പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഇപ്പോൾ ഓടി ഇറങ്ങി പോകുന്നത് എന്ന് പറയുമ്പം, എടി ഭവതേ നീ മിണ്ടാണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രോഹി ഇറങ്ങി പോകുന്നത്. അവൻ വീണ്ടും എല്ലാവരോടും സംസാരിക്കാനും ഒന്ന് കുഞ്ഞ് അടിയുണ്ടാക്കാനും ഒക്കെയുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. എല്ലാവരും തമ്മിൽ ആ സ്നേഹത്തിൻ്റെ ബോണ്ട് കൂടി വരുന്നുണ്ട്. ഏതായാലും താഴെ ഇറങ്ങി വന്നിട്ട് അലീനയുടെ റൂമിൽ വന്ന് അലീനെ തൊട്ട് നോക്കിയിട്ട്, ചൂടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എങ്കിൽ പനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭവതി ഒന്ന് തൊട്ട് നോക്കും. എന്നിട്ട് പറയുവാണ്, അച്ഛൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ വരും, മരുന്നൊക്കെ തരും, അന്നേരം അലീന ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം, ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ഈ കാപ്പി അലീന ചേച്ചി കുടിപ്പിക്കണം, കുറേ കഴിഞ്ഞ് കുടിപ്പിച്ചാൽ അത് ചീത്തയായി പോകും എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കും, ഇതുണ്ടാക്കിയത് കൃഷ്ണമോളാണോ എന്ന്. കൃഷ്ണമോൾ ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് ഭവിത. എന്നിട്ട് എനിക്ക് കോളേജിൽ പോകണം, സമയം പോകും, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയും. പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഡോക്ടർ വന്നു കഴിയുമ്പം ചിലപ്പോൾ ചോദിക്കും എന്തെങ്കിലും ടാബ്ലറ്റ് കൊടുത്തോ എന്ന്, ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്നൊക്കെ പറയും. പറഞ്ഞേക്കാം എന്ന് രോഹി പറയുന്നു. അങ്ങനെ ഭവിത അങ്ങ് പോയി കഴിയുമ്പോഴേക്കും, ചേച്ചി എഴുന്നേക്ക്, എന്നിട്ട് ഈ കാപ്പ് കുടിക്കുക, അവളെല്ലാം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇനി പ്രശ്നമാക്കുമെന്ന് പറയും. അന്നേക്കും പയ്യെ എഴുന്നേക്കും അലീനെ എഴുന്നേക്കാനായിട്ട് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രോഹി. പയ്യെ എഴുന്നേൽപ്പിച്ച് അവിടെ ചാരി ഇരുത്തിയിട്ട് കയ്യിലേക്ക് കാപ്പി എടുത്ത് കൊടുക്കും. എന്നിട്ട് എങ്ങനെയുള്ള കാപ്പിയാണ് എന്നറിയത്തില്ല, ഭവതിയെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല, നല്ലതാണ് എന്ന് പറയും. അന്നേരം രോഹി ഇങ്ങനെ കുറച്ച് നേരം അലീനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുവാണ്, ഇനി ഈ വീട്ടിൽ ശരിയാകാൻ അമ്മ കൂടി ഉള്ളൂ അല്ലേ, ഈ സ്നേഹം അമ്മ കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീനയ്ക്ക് എന്തോ ഭയങ്കര വിഷമം വരുന്നുണ്ട്. അലീനയ്ക്കറിയാലോ അത് സ്വന്തം അമ്മയാണെന്നും ഈ ജന്മം അവർ മാറില്ലെന്നും അറിയാലോ, അതിൻ്റെ ഒരു സങ്കടം
സങ്കടമാണെന്ന് തോന്നുന്നു അലീനയുടെ മുഖത്ത്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഡോക്ടറെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ബാലേന്ദ്രൻ. എന്തെങ്കിലും ഡോക്ടർ വരും. അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിൽ നിന്നല്ലേ ഒരാൾക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നത്, ഇന്നെന്താ അടുത്ത ആൾക്ക് പനിയാണോ? നിങ്ങളാരും ഹോസ്പിറ്റലിലേക്ക് വരികയില്ലേ? നിങ്ങൾക്ക് എന്താ ഭയങ്കര മടിയാണോ ഹോസ്പിറ്റലിലേക്ക് വരാനെന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, അതല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ 100 കൂട്ടം ടെസ്റ്റിന് പറയും, ഇവിടെയാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ എന്നോർത്താണ് എന്ന്. അന്നേരം അതെന്താ ഞങ്ങളെ ഒന്ന് കുത്തിയതാണല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, വാ എന്ന് പറയും. അങ്ങനെ അവർ അലീനെ കാണാനായിട്ട് അകത്തേക്ക് പോരുവാണ്. ഡോക്ടർ വന്ന് അലീനെ പരിശോധിക്കുന്നു. പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണ്, ഇതിപ്പം നന്നായിട്ട് കുറയണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണം, ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ്, പെട്ടെന്ന് കുറയും. അതല്ല എങ്കിൽ ഞാൻ ഈ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മരുന്ന് കൊടുക്കണം, അതുപോലെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ എന്ന് പറയും. ഇങ്ങനെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബബിതയും കൃഷ്ണമോളും ഒക്കെ പോകാൻ റെഡിയായിട്ട് വരുന്നത്. അവർക്ക് ഇന്ന് കോളേജിൽ പോകണം, ഒരാൾക്ക് കോളേജിൽ പോകണം, ഒരാൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണം. അതിനുവേണ്ടിയാണ് അവർ റെഡിയായി വന്നേക്കുന്നത്. അന്നേരം ഡോക്ടർ നോക്കുമ്പം വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ഇത്രയും ആൾക്കാർ ഈ വീട്ടിലുള്ള സ്ഥിതിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുപ്പിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ പനി മാറിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുത്തിട്ട് ഡോക്ടർ പോകുന്നു. ബാലേന്ദ്രനും പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം. അന്നേരം ബബിത രോഹിയോട് പറയുവാണ്, അതെ, ഞങ്ങൾ കോളേജിലോട്ട് പോവുകയാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കോണം, ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയേക്കരുത് എന്ന്. അന്നേരം ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട് രോഹിത്. ഏതായാലും രണ്ടുപേരും കൂടി, ബബിതയും കൃഷ്ണമോളും കൂടി അലീനെ നോക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രോഹിത്തിനോട്. അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ഞാനിവിടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു മുറി കിടന്നു, എന്നെ ആരും നോക്കാനില്ലായിരുന്നു, ഇവിടെ ഒരാൾ ഒരു കുഞ്ഞു പനിയായിട്ട് കിടക്കുമ്പോൾ നോക്കാൻ എത്ര പേരാ, ബൈസ്റ്റാൻഡർമാർ തട്ടിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്, ഓരോരുത്തരും ഓരോ ഭാഗ്യമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. അന്നേരം ചിരി വരുന്നുണ്ട് എല്ലാവർക്കും. അന്നേരം ബബിത പറയും, ഞാനില്ലേ, ഞാൻ പോവുക, എനിക്ക് വേറെ പണിയുണ്ട് എന്ന്. എന്നിട്ട് ബബിത അവരങ്ങ് പോകാൻ വേണ്ടി ഇറങ്ങുന്നതിനിടയ്ക്ക് കൃഷ്ണമോള് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛ, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത്, അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ, നിനക്ക് ടോർണം തന്നാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ വെക്കും. ആ കയ്യിലൊന്ന് തട്ടി അത് ഹൈഫൈ ആക്കിയിട്ട് പോട്ടെ അച്ഛ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോവാണ് കൃഷ്ണമോള്. ബാലേന്ദ്രനും അതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് മക്കളുമായിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒരുമിച്ചൊരു ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അതുകൊണ്ട് ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത് അവരങ്ങ് പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് അലീനെ ഒന്ന് തൊട്ട് നോക്കും. എന്നിട്ട് നല്ല പനിയുണ്ട്, എന്നിട്ട് റെസ്റ്റ് എടുത്തോണം കേട്ടോ എന്ന് അലീനയോട് പറയും. അതുപോലെ എനിക്കൊന്ന് കടയിൽ പോകണം, ഞാൻ പോയിട്ട് വരുന്നിടം വരെ, അല്ലെങ്കിൽ അവർ വരുന്നിടം വരെ നീ മാനേജ് ചെയ്തോളൂ എന്ന് രോഹിയോട് ചോദിക്കുമ്പോൾ, ഞാൻ നോക്കിയോളാം അച്ഛാ എന്ന് പറയും. അങ്ങനെ മരുന്ന് മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാണ് ബാലേന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോരുന്നത്. പിന്നെ മനുവിനെ കാണിക്കുന്നുണ്ട്. മനു എറണാകുളത്തേക്ക് പോവുകയാണ്, ഇനി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവിടുന്ന് ബാലേന്ദ്രൻ വിളിക്കുന്നത്. അന്നേരം കോൾ എടുത്തിട്ട്, അങ്കിളെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ പോവുകയാണെങ്കിൽ നീ പോയിട്ട് വാ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയുമ്പം, എന്താ അങ്കിളെ എന്താ പറയാനുള്ളത് ചോദിക്കുമ്പോൾ, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ, ഏതായാലും നീ എറണാകുളത്ത് പോവല്ലേ, പൊയ്ക്കോ എന്ന് പറയും. അന്നേരം വീണ്ടും മനു, അല്ല അങ്കിൾ എന്തോ പറയാൻ വേണ്ടി വിളിച്ചത് തന്നെ, ഒരു കാര്യമില്ലാതെ അങ്കിൾ എന്നെ വിളിക്കാറില്ല, എന്താ വെച്ചാൽ പറ അങ്കിളെ എന്ന് പറയുമ്പോൾ, എടാ ഇവിടെ ഒരാൾക്കൊരു ചെറിയ പനി, അത് പറഞ്ഞേക്കാന്ന് ഓർത്ത് വിളിച്ചതാന്ന് പറയുമ്പം, ആർക്കാ വൈജാൻറ്റിക്കാണോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുവാണ്, എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ പനി വന്നിട്ട് ഞാൻ ഇതുവരെ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ, ചുമ്മാതല്ല അവളിട്ട് വട്ട് തട്ടുന്നത്, ഇങ്ങനെയുള്ളവരെ വട്ട് തട്ടും എന്നിങ്ങനെ പറയുക. അന്നേരം അലീനയ്ക്കാണോ പനി എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞപ്പം എന്ന് ചോദിക്കുമ്പോൾ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരുക എന്ന് പറയും മനു. അന്നേരം നിനക്ക് എറണാകുളത്തിന് പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുക, എങ്കിലേ നിൻ്റെ ഫോണിലേക്ക് ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ അയച്ചിട്ടുണ്ട്, ആ മരുന്നോട് മേടിച്ചുകൊണ്ട് വരണമെന്ന്. അന്നേരം മരുന്ന് മേടിക്കാൻ വേണ്ടിയാണോ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ലടാ, ഇതൊക്കെ ഒന്ന് അറിയിച്ചേക്കാം എന്ന് കരുതി, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പരാതി വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, നീ ഇങ്ങോട്ട് വാ, എനിക്കൊന്ന് കടയിലും പോകണമെന്ന് പറയുന്നു. ഞാൻ ഇപ്പോൾ തന്നെ വന്നേക്കാം എന്ന് മനു പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അലീനയാണ്. അലീന നല്ല ഉറക്കത്തിലാണ്, നല്ല ക്ഷീണമാണെന്ന് തോന്നുന്നു. അടുത്ത് തന്നെ ഒരു ബുക്കൊക്കെ നോക്കി രോഹിത് ഇരിപ്പുണ്ട്. അപ്പോഴാണ് അലീനയുടെ ഫോണിലേക്ക് മനു വിളിക്കുന്നത്. കോൾ എടുക്കുന്നത് രോഹിത്താണ്. നേരെ മനു ചോദിക്കുന്നുണ്ട്, രോഹിത്താണോടാ, അലീനയ്ക്ക് എങ്ങനെയുണ്ട്, പനി കൂടുതലാണോ എന്നൊക്കെ ചോദിക്കുമ്പം, നല്ല പനിയുണ്ട് മനുവേട്ട, ക്ഷീണവും ഉണ്ട്, അതുകൊണ്ട് നല്ല ഉറക്കത്തിലുമാണ് എന്ന് പറയും. അന്നേരം രോഹിത് തിരിച്ചു ചോദിക്കും, മനുവേട്ടൻ എങ്ങനെയാണ്, പനിയാണ്, ചേച്ചിക്ക് പനിയാണ് എന്ന് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം, എന്നെ അങ്കിൾ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയും. പിന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയുവാണ്.
എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഫോം വയ്ക്കുന്നു. അങ്ങനെ മനു ഫോം വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അലീന എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും രോഹിത് പറയും ഇങ്ങനെ മനുവേട്ടൻ വിളിച്ചായിരുന്നു, പനിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സമയം കൊണ്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് മനു പുറത്തു വരും. അന്നേരം രോഹിത് ഇറങ്ങി ചെല്ലുന്നുണ്ട്. രോഹിത് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് നിൽക്കുക. അന്നേരം മരുന്ന് എടുത്തിട്ടില്ല, വണ്ടിയിലാണ് മരുന്ന്. പിന്നെ രണ്ടാമത് പോയി മരുന്ന് എടുക്കുന്നു. അന്നേരം രോഹി ഇറങ്ങി വന്നിട്ട് ഇതെന്താ തിരിച്ചു പോവാണോ എന്ന് ചോദിക്കും. അന്നേരം അല്ലട ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തിരിച്ചിറങ്ങി വന്നതാ എന്ന് പറഞ്ഞിട്ട് ആ കവർ കൊണ്ട് രോഹിത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കും, മരുന്നാണ് എന്ന് പറഞ്ഞ്. അന്നേരം രോഹി ചോദിക്കുക ഇതെന്താ കൂടുതൽ മരുന്ന് മേടിച്ചു, ഇതിന് ഇത്തിരി വെയിറ്റ് കൂടുതലുണ്ടല്ലോ എന്ന്. അന്നേരം നീ ഓടാ അതെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് രണ്ടുപേരോട് അകത്തോട്ട് കയറി പോയിരുന്നു. അങ്ങനെ പോരുന്നതിനിടയ്ക്ക് രോഹിത്തിനോട് മനു ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ ഓക്കെ ആണോ എന്ന്. അന്നേരം അതെന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുവാണ്. അന്നേരം പറയുക അല്ല ഞാൻ അവസാനം നിന്നെ കണ്ട സമയത്ത് നീ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, അതിനെന്താ പറയണ്ടേ എന്നിങ്ങനെ ചോദിക്കുക മനു തന്നെ. അന്നേരം രോഹിത്ത് എനിക്കറിയാം ഞാൻ അന്ന് ഏത് അവസ്ഥയിലായിരുന്നു എന്ന്, ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ അല്ലേ മനുവേട്ടാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ന് പറയും. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട് ശരിയാണ് എനിക്ക് ജീവനില്ലായിരുന്നു, ശരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ കിടന്നതാണ്, എനിക്ക് ജീവൻ തന്ന് തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നത് അലീന ചേച്ചിയാണ്. ഇപ്പോഴും ഞാൻ പിച്ചു വെച്ച് നടക്കുന്നേ ഉള്ളൂ, പല കാര്യങ്ങളും ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് പഠിച്ചു വരണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം മനു ചോദിക്കുവാണ് രോഹിത്തിനോട് നീയും ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയോ അലീനയുടെ കൂടെ കൂടിയെന്ന്. അന്നേരം അല്ല മനുവേട്ട എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് മനുവിനോടും സോറി പറയും. അന്നേരം മനു പറയും നീ എന്നോട് സോറി ഒന്നും പറയണ്ട, എനിക്ക് ഹരിയെപ്പോലെ തന്നെയുള്ളൂ നീയും, എൻ്റെ സഹോദരൻ തന്നെയാണ് നീയും, പിന്നെ കന്നന്തിരിവ് കാണിക്കുമ്പോൾ ദേഷ്യം വരുമെന്നേ ഉള്ളൂ, സാരമില്ല എന്ന് പറയും. എന്നിട്ട് ഇവൻ്റെ മുഖം നോക്കുമ്പോൾ അവനാകെ വിഷമമായ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേ അന്നേരം മനു പറയുന്നുണ്ട് സാരമില്ല, ഇടയ്ക്ക് ഒരു വീഴ്ച നല്ലതാണ്, ആ വീഴ്ചയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്, അങ്ങനെ കരുതിയാൽ മതി. നിന്നെപ്പോലെ തന്നെ ഹരി തെറ്റുകളൊക്കെ തിരുത്തി നേരെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെയും കൂട്ടി രണ്ടുപേരൂടെ അലീനയുടെ റൂമിലോട്ട് ചെല്ലുമ്പം അലീന മയക്കമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഉണർന്ന് കിടക്കുക കേട്ടോ. അന്നേരം മനുവേട്ടനോട് ആരാ എനിക്ക് പനിയാണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞു എന്ന് പറയും. എന്താ പെട്ടെന്ന് വീണു പോയോ നീയാന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, രാവിലെ എഴുന്നേറ്റപ്പം കാല് നിലത്ത് ഉറയ്ക്കുന്നില്ല, പെരുവിരൽ തൊട്ട് ദേഹം മൊത്തം തല വരെ എനിക്ക് വേദനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മരുന്നൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇവർ സംസാരിക്കുകയാണല്ലോ എന്നോർത്ത് രോഹിത് പുറത്തേക്ക് പോകും. കഴിയുമ്പോൾ മനു കസേരയൊക്കെ ഇട്ട് അടുത്തോട്ടിരിക്കും. ഒന്ന് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് നല്ല പനിയുണ്ടല്ലോ, ഒരു 102 ഡിഗ്രി പനി കാണും എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട് സത്യം മനുവേട്ട തെർമോമീറ്റർ വെച്ച് നോക്കിയായിരുന്നു 102 ഡിഗ്രി പനിയുണ്ട് എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് വൈറൽ പനിയല്ലേ, നമ്മുടെ ശരീരം പഴുക്കാൻ വെച്ചേക്കുന്ന പോലെ നല്ല വേദനയായിരിക്കും, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഒരു 2 ആഴ്ച എടുക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ 2 ആഴ്ചയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീന. അന്നേരം 2 ആഴ്ച അതിനിപ്പോൾ എന്നാ കുഴപ്പം, നിന്നെ നോക്കാൻ ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ എന്ന് ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട് അതെ എന്നെ നോക്കാൻ ഇപ്പോൾ 4 പേരാണ് ഇവിടെ ഉള്ളത്, അച്ഛനും കൃഷ്ണമോളും ബബിതയും രോഹിയും ഒക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം രോഹി വരെ ഒന്ന് മയപ്പെട്ട് വന്നല്ലേ എന്ന് മനു ചോദിക്കുക. അന്നേരം അലീന പറയും അതെ ഞാൻ 3 മക്കളെ ഇങ്ങ് എടുത്തു എന്ന് പറയുന്നു. അന്നേരം മനു 3 പേരെ എടുത്തു, പക്ഷെ ഒരാളെ മാത്രം കിട്ടുന്നില്ല അല്ലേ വൈജ മാഡത്തിന് എന്നിങ്ങനെ മനു തന്നെ ഒന്ന് എടുത്തു പറയുവാണ്. അന്നേരം ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുവാണ് അലീന. അന്നേരം മനു പറയുന്നുണ്ട് ഏതായാലും എല്ലാവരെയും സ്നേഹം കൊടുത്ത് നീ നിൻ്റെ വഴിക്കാക്കി എടുത്തല്ലോ, അതേതായാലും നന്നായി എന്ന് പറയുമ്പം അലീന പറയും സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹം കിട്ടും മനുവേട്ട, അതെനിക്ക് ഉറപ്പായിരുന്നു എന്ന്. അന്നേരം ഞാനും അങ്ങനെയൊക്കെയാണ്, ഞാനും സ്നേഹം കൊടുക്കാറുണ്ട്, പക്ഷെ അത് കിട്ടാറില്ല എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ, അതൊരു പരിഭവമാണല്ലോ, പരാതിയാണല്ലോ എന്ന് പറയുമ്പോൾ പരാതിയായിട്ടോ പരിഭവമായിട്ടോ സങ്കടമായിട്ടോ എങ്ങനെ വേണേലും എടുക്കാം, പക്ഷേ അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അലീന ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് മനുവേട്ടൻ വന്നിട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, ഒരു ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്ന്. അത് മനുവിനും ഒരു ആശ്വാസം. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. എന്നിട്ട് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ മനു പറയുന്നുണ്ട് ചില വന്യമൃഗങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എത്ര സ്നേഹം കാണിച്ചാലും അതിനെ ഇണക്കിയെടുക്കാൻ പറ്റിയല്ല എന്ന്. അപ്പം മനു വരുന്നു, അതുപോലെ ബാക്കി എല്ലാവരും അലീനെ കെയർ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല വൈജയന്തിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. അത് കഴിഞ്ഞ് വൈകിട്ട് ബബിത വന്നു കഴിയുമ്പം മനു വന്നായിരുന്നു എന്നൊക്കെ അറിയും. അന്നേരം മനുവായിട്ട് വന്നോ, എന്നാൽ പിന്നെ അസുഖം പെട്ടെന്ന് കുറഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞ് ബബിത ഒന്ന് കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയെ ദേഹമൊക്കെ തുടപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ബബിതയാട്ടോ. ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പം അലീനയ്ക്ക് സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ അടുത്ത് വന്നിരുന്നിട്ട്
അലീനയോട് പറയുന്നുണ്ട് നിൻ്റെ സ്നേഹം സത്യമുള്ളതാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് അവർ ആ സ്നേഹമൊക്കെ തിരിച്ചു തരുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.